ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ അനീഷിനെ സമ്മതിക്കാൻ പറ്റും. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് അനീഷ് അല്ല ഇപ്പൊ പുറത്തിറങ്ങിയ ശേഷം ഉള്ള അനീഷ് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പണ്ട് നമ്മൾ കണ്ട അനീഷ് എന്ന് പറഞ്ഞാൽ കോമൺ ആയി വന്ന് അവിടെ വന്നപ്പോൾ എല്ലാവരോടും ചൊറിയുന്ന ഒരു അനീഷ്, അഗ്രസീവ് ആയിട്ട് ഉള്ള അനീഷാണ്. പിന്നെ അത് കഴിഞ്ഞ പുള്ളിയുടെ ഇതങ്ങ് മാറി, ശൈലികൾ മാറി, എല്ലാവരോടും നല്ല സ്നേഹമായി ഒക്കെയായി. ഇപ്പൊ പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല. വേറൊന്നുമല്ല, പല മത്സരാർത്ഥികളും ഇപ്പോഴും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഒരു മനുഷ്യനെ പോലും കുറ്റം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇല്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒരു മനുഷ്യനെ പോലും അദ്ദേഹം കുറ്റം പറഞ്ഞിട്ടില്ല. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന എല്ലാ മത്സരാർത്ഥികളെ കുറിച്ച് ഓരോ യൂട്യൂബർമാരും ഓരോ ചൊറിയൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം മിണ്ടുന്നില്ല. അദ്ദേഹം പറയുന്നത് എനിക്ക് അവരെക്കുറിച്ച് ഒന്നും ഞാൻ പറയത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ അവരെ വിളിക്കുന്നുണ്ടോ, സൗഹൃദമുണ്ടോ, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്നുവെച്ചാൽ ആ സൗഹൃദം വീണ്ടും എനിക്ക് നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും സോഷ്യൽ മീഡിയ അറിയണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരാളെ പോലും, അതായത് ഒരു മത്സരാർത്ഥിയെ പോലും കുറ്റം പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സത്യസന്ധമായി പറയുവാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. പിന്നെ അദ്ദേഹം എല്ലാവരോടും നല്ല രീതിയിലാണ് ഇടപെടുന്നത്. ആരോട് ദേഷ്യം കാണിക്കുന്നില്ല, വൈരാഗ്യം കാണിക്കുന്ന. ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും നല്ല ഡീസന്റ് മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചാൽ ഞാൻ അനീഷിന്റെ പേര് പറയുള്ളൂ. വേറെ ഒന്നും ഞാൻ പറയത്തില്ല. വേറെ നല്ല ഒരു അഹങ്കാരം ഇല്ല. ഇപ്പൊ അനുമോള് കപ്പടിച്ചതിനെ കുറിച്ച് ചോദിച്ചാൽ മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ ഭയങ്കര അഹങ്കാരവും ഇതൊക്കെയാണ്. പക്ഷെ ഇദ്ദേഹം ഒന്നും പറയുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഇത്രയും നല്ല ഒരു മനുഷ്യൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കാര്യത്തെ അനീഷിനെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ എന്ന് വെച്ചാൽ ഒരാളെ കുറ്റം പറയുന്നത് അനുമോളും അതാ കേട്ടോ, ഇല്ലാത്ത പറയുന്നത്. അനുമോളും ഒരു മനുഷ്യനെ പോലും എന്ന് വെച്ചാൽ അനുമോള് ഒരുപാട് ദ്രോഹിച്ചാണ്. ആദില, നൂറ, ശൈത്യ ഇവരൊക്കെ. എന്നിട്ടും പിന്നെ ബിന്നി, നമ്മുടെ റെനാവത്തിമ, ഷാരി, ഇവരൊക്കെ ഇപ്പോഴും അനുമോളെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തല്ലോ. ഇവർക്കെതിരെയായിട്ട് ഒരു വാക്ക് പോലും അനുമോള് സംസാരിച്ചിട്ടില്ല. അത് ആ കുട്ടിയുടെ ക്വാളിറ്റിയാണ്. അനീഷിനെ പറയുമ്പോൾ അനുമോളെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ഇപ്പം ബിഗ് ബോസ് കയറിയപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ആരുടെയും കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ പുറത്തിറങ്ങിയ ശേഷം അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കാര്യമായിരിത്തിരിക്കുക, അതൊക്കെ മോശമായ കാര്യമാണ്. ഇപ്പം അനീഷിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനീഷ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അധികം സംസാരിക്കാറില്ല. അദ്ദേഹത്തിന് മറുപടി കൊടുക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചുമ്മാ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ വേണ്ടാത്തതിനും വേണ്ടതിനൊക്കെ മറുപടി കൊടുക്കുക, ഇതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹത്തിനറിയാം സോഷ്യൽ മീഡിയ അതെങ്ങനെ നമ്മളെ ഇത് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് അദ്ദേഹം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അദ്ദേഹം മിണ്ടത്തില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കുകയുള്ളൂ. അത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കൊച്ചു വീട് അവസാനിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ എല്ലാം ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു.